രൂപയുടെ മൂല്യമിടിഞ്ഞത് നേട്ടമാക്കി പ്രവാസികൾ. ഒരു ദിർഹത്തിന് 24.04 എന്ന നിരക്കാണ് വ്യാഴാഴ്ച ലഭിച്ചത്. ഓഗസ്റ്റ് 29-നാണ് ചരിത്രത്തിൽ ആദ്യമായി ഒരു ദിർഹത്തിന് 24 രൂപ കടന്നത്. ഈ മാസം 8-ന് വിനിമയ നിരക്ക് 23.95 താഴ്ന്നിരുന്നു. എന്നാൽ 9-ന് തിരിച്ചെത്തി 24.02 ഉയരുകയും 10-ന് 1 പൈസ കൂടി വർദ്ധിച്ച് 24.03 രൂപയും വ്യാഴാഴ്ച വീണ്ടും 1 പൈസ ഉയർന്ന് 24.04 രൂപയും ആവുകയായിരുന്നു. വ്യാഴാഴ്ച US ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 5 പൈസയോളം ഇടിഞ്ഞു. രൂപയുടെ അടുത്തിടെയുള്ള ഏറ്റവും വലിയ ഇടിവാണിത്. രൂപയുടെ മൂല്യത്തിൽ ഇടിവ് വന്നതോടെ രൂപയുമായുള്ള വിനിമയ നിരക്കിൽ കുവൈറ്റ് ദിനാർ കുതിച്ചുകയറി. എക്സിറ്റ് റിപ്പോർട്ട് പ്രകാരം വ്യാഴാഴ്ച രാവിലെ 289-ന് മുകളിൽ ഇന്ത്യൻ രൂപയാണ് ഒരു കുവൈറ്റ് ദിനാറിന് രേഖപ്പെടുത്തിയത്. അടുത്തിടെയുണ്ടായ ഏറ്റവും ഉയർന്ന നിരക്കാണ് വ്യാഴാഴ്ച രേഖപ്പെടുത്തിയത്. കുവൈറ്റ്, UAE, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലെ കറൻസികൾ ഉയർന്ന വിനിമയ നിരക്കാണ് വ്യാഴാഴ്ച രേഖപ്പെടുത്തിയത്. ഈ അവസരം പ്രയോജനപ്പെടുത്തി ഒട്ടേറെ പേർ നാട്ടിലേക്ക് പണം അയക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, വരും ദിവസങ്ങളിലും രൂപ മൂല്യം കുറഞ്ഞേക്കാമെന്നായിരുന്നു മുൻപ് വന്നിരുന്ന സൂചനകൾ. UAE ദിർഹം ഉൾപ്പെടെയുള്ള കറൻസികളുടെ മൂല്യം ഉയർന്നു. ശമ്പളം ലഭിച്ചെങ്കിലും പല പ്രവാസികളും രൂപയുടെ മൂല്യം താഴുമോ എന്ന് കാത്തിരിക്കുകയായിരുന്നു. അമേരിക്കൻ ഡോളർ നേരിയ തോതിൽ കരുത്ത് വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ വലിയ തോതിലുള്ള മുന്നേറ്റം നടത്തുന്നുമില്ല. ഡോളർ സൂചിക 98.90 എന്ന നിരക്കിലെത്തിയിരുന്നു. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം 85.65 ആയിരുന്നു. ഡോളർ കരുത്തു കൂടിയാൽ രൂപയുടെ മൂല്യം ഇനിയും ഇടിയുമെന്നും സൂചിപ്പിച്ചിരുന്നു. ഇത് പ്രവാസികൾക്ക് നേട്ടമാകും. എന്നാൽ പൊടുന്നനെ രൂപ മൂല്യമിടിയാനുണ്ടായ കാരണം മറ്റൊന്നാണ്. UAE ദിർഹവും രൂപയും തമ്മിലുള്ള വിനിമയ നിരക്ക് 23.3 ദിർഹം ആയിട്ടുണ്ടായിരുന്നു. ജൂൺ 5-ന് 23.4 ആയിരുന്നു. 2 മാസത്തെ ഏറ്റവും വലിയ ഇടിവിലായിരുന്നു അന്ന് രൂപ. റിസർവ് ബാങ്ക് പലിശ നിരക്കിൽ വരുത്തിയ മാറ്റമാണ് രൂപയുടെ മൂല്യം പെട്ടെന്ന് ഇടിയാൻ കാരണമായത്. 5.50% റിപ്പോ നിരക്ക് കുറച്ചത്. ഇന്ത്യയിൽ പണപ്പെരുപ്പ നിരക്ക് കുറഞ്ഞുവെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു നടപടി. എന്നാൽ റിസർവ് ബാങ്കിന്റെ ഈ തീരുമാനം രൂപയുടെ മൂല്യം കുറയാൻ കാരണമായി. നിക്ഷേപകർക്ക് രൂപയിലുള്ള ആകർഷണം കുറയുന്നതിലാണിത്. ഇന്ത്യയിലെ ഭവന വാഹന വായ്പ എടുത്തവർക്ക് നേട്ടമാണ് പലിശ നിരക്ക് കുറയ്ക്കൽ. എന്നാൽ രൂപയുടെ മൂല്യം ഇടിയുന്നതോടെ പ്രവാസികൾക്ക് അത് ഇരട്ടി മധുരമാവുകയും ചെയ്തു. കാരണം പ്രവാസികൾ വായ്പ എടുത്തവരാണെങ്കിൽ പലിശ കുറയും. വിദേശത്ത് നിന്ന് അയക്കുന്ന പണത്തിന് കൂടുതൽ മൂല്യം കിട്ടുകയും ചെയ്യും. പ്രവാസികൾക്ക് ശമ്പളം ലഭിക്കുന്ന വേളയിൽ തന്നെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞത് എടുത്തു പറയേണ്ട കാര്യമാണ്. വിദേശത്ത് നിന്ന് വൻതോതിൽ പണമാണ് ഈ വേളയിൽ രാജ്യത്തിലേക്ക് വന്നത്. ഇനിയും രൂപയുടെ മൂല്യം കുറയുമോ എന്നാണ് പ്രവാസികൾക്ക് അറിയേണ്ടത്. കുറയാനും കൂടാനും സാധ്യതയുണ്ട്. രൂപയുടെ നില മെച്ചപ്പെടുത്താൻ RBI കടുത്ത നടപടിയെടുത്താൽ മൂല്യം ഉയരും. മാത്രമല്ല, അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചാലും രൂപയുടെ മൂല്യം കൂടും. അമേരിക്കയിൽ തൊഴിൽ ഡേറ്റ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മികച്ച നിലയിലാണ് അമേരിക്കയിലെ ജോലി നിരക്ക്. ഇത് അമേരിക്കയുടെ ഡോളറിന്റെ മൂല്യം കൂട്ടി. ഇനിയും ഡോളർ മൂല്യം കൂടിയാൽ രൂപ ഇടിയും. ഒരുപക്ഷെ പ്രവാസികൾ അല്പം കൂടി കാത്തിരുന്നാൽ ഇനിയും നേട്ടം കൊയ്യാൻ അവസരമൊരുങ്ങുമെന്നും വ്യക്തമാക്കി. അമേരിക്കൻ ഡോളർ ശക്തിപ്പെടുക, രൂപയുടെ മെച്ചപ്പെടുത്താൻ റിസർവ് ബാങ്ക് കടുത്ത നടപടികൾ എടുക്കാതിരിക്കുക എന്നിവ സംഭവിച്ചാൽ രൂപ ഇനിയും ഇടിയും. ഈ വേളയിൽ പ്രവാസികൾക്ക് നേട്ടം കൊയ്യാം. പലിശ നിരക്ക് വീണ്ടും കുറയ്ക്കുമെന്ന് RBI സൂചിപ്പിച്ചതും ഭാവിയിൽ രൂപയുടെ മൂല്യം ഇടിയുമെന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു. അതേസമയം ഇന്ന് വരെയുള്ളതിൽ ഏറ്റവും വലിയ തകർച്ച രൂപ നേരിട്ടത് ഫെബ്രുവരി മാസത്തിലായിരുന്നു. 87.95 ആയിരുന്നു അന്ന്. റിസർവ് ബാങ്ക് സഹായമില്ലായിരുന്നെങ്കിൽ ദയനീയമായേനെ ഇന്ന് രൂപയുടെ മൂല്യം. രൂപയുടെ തകർച്ച പ്രവാസികൾക്ക് നേട്ടമുണ്ടാക്കുന്നതാണ്. നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് കൂടുതൽ മൂല്യം ലഭിക്കുമെന്നതാണ് ഗുണം. എന്നാൽ വിദേശത്ത് പഠനം നടത്തുന്നവർ, വിദേശയാത്ര ചെയ്യുന്നവർ എന്നിവയ്ക്ക് ഇതിന് കൂടുതൽ തുക നീക്കിവെക്കേണ്ടി വരുമെന്നത് ദോഷമാണ്. രൂപയുടെ തകർച്ച ഇന്ത്യയുടെ ഇറക്കുമതിക്ക് തിരിച്ചടിയാണ്. സ്വർണം, ഇലക്ട്രോണിക് വസ്തുക്കൾ, ക്രൂഡ് ഓയിൽ, അസംസ്കൃത വസ്തുക്കൾ എന്നിവയെല്ലാം കൂടുതൽ വില ഇന്ത്യ ഇതോടെ നൽകണം. ഇതുമൂലം രാജ്യത്ത് വിലക്കയറ്റം രൂക്ഷമാകും. കറന്റ് അക്കൗണ്ട് കമ്മി, വ്യാപാര കമ്മി എന്നിവ വർദ്ധിക്കും. ഇതും സമ്പദ് വ്യവസ്ഥയ്ക്ക് ദോഷമാണ്. രാജ്യാന്തര വ്യാപാരത്തിൽ ഇന്ത്യൻ രൂപയ്ക്ക് ചൈനീസ് യുവാനുമായി നോക്കുമ്പോൾ പ്രശ്നം ബാധിക്കും. യുവാനെതിരെ രൂപയുടെ മൂല്യം 12.33 താഴ്ചയിലാണ്. ചൈനീസ് യുവാൻ ഇന്ന് കൂടുതൽ കരുത്താർജിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.